ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ ജീവനക്കാരോട് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് മാപ്പ് പറഞ്ഞു. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും എപ്സ്റ്റീനുമായി ബിൽ ഗേറ്റ്സിന് ബന്ധമുണ്ടായിരുന്നു എന്ന വിവരം ഗേറ്റ്സ് ഫൗണ്ടേഷന് മേൽ നിഴൽ വീഴ്ത്തിയ സാഹചര്യത്തിലാണ് മാപ്പ് പറച്ചിൽ. ബിൽ ഗേറ്റ്സും ജെഫ്രി എപ്സ്റ്റീനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊതു ചർച്ചയായ വിഷയമാണ്. ജെഫ്രി എപ്സ്റ്റീൻ നിരവധി ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനായി വിധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പിന്നീട് 2019 അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ജയിലിൽ മരിച്ച അദ്ദേഹം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ പ്രമുഖരുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2 റഷ്യൻ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഗേറ്റ്സ് സമ്മതിക്കുകയും എന്നാൽ എപ്സ്റ്റീൻ ഇരകളാക്കിയ പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിട്ടില്ല എന്നും ഞാൻ ചെയ്ത തെറ്റു കാരണം ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട മറ്റുള്ളവരോട് മാപ്പ് പറയുന്നു എന്നും എപ്സ്റ്റീനുമൊത്ത് സമയം ചിലവിട്ടത് തെറ്റായി പോയി എന്നും ബിൽ ഗേറ്റ്സ് പറഞ്ഞു. 2011 ബിൽ ഗേറ്റ്സ് എപ്സ്റ്റീനെ പരിചയപ്പെട്ടത്. അന്ന് തന്റെ ഭാര്യയായിരുന്ന മെലിൻഡ എപ്സ്റ്റീനെ കുറിച്ച് സംശയാലു ആയിരുന്നു. US സർക്കാരിന്റെ എപ്സ്റ്റീൻ രേഖകളിൽ യുവതികൾക്കൊപ്പം നിൽക്കുന്ന ബിൽ ഗേറ്റ്സിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. പ്രശസ്തനായ അമേരിക്കൻ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനും ലോകത്തിലെ ഏറ്റവും വലിയ പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകരിൽ ഒരാളും നിലവിലെ ചെയർമാനുമായ ബിൽ ഗേറ്റ്സ് 1.5 പതിറ്റാണ്ടോളമായി ലോകത്തെ ധനികരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട്. 2011 ഏറ്റവും ധനികനായ അമേരിക്കക്കാരനും ലോകത്തെ 2ാം സ്ഥാനക്കാരനും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ് അദ്ദേഹം. ബിൽ ഗേറ്റ്സ് 2011 മുതൽ 2014 വരെ എപ്സ്റ്റീനുമായി പല തവണ കൂടിക്കാഴ്ച നടത്തിയതായി പിന്നീട് സമ്മതിച്ചു. ഈ കൂടിക്കാഴ്ചകൾ ആഗോളാരോഗ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനസഹായം സംബന്ധിച്ച ചർച്ചകളായിരുന്നു എന്ന് ഗേറ്റ്സ് വ്യക്തമാക്കി. എന്നാൽ എപ്സ്റ്റീനിന്റെ മുൻ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിഞ്ഞ ശേഷവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഗേറ്റ്സ് പിന്നീട് പൊതുവെ സമ്മതിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന കോടതി രേഖകളിൽ പല പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ പേര് രേഖകളിൽ ഉണ്ടായത് മാത്രമെന്ന കാരണത്താൽ കുറ്റം തെളിയിക്കപ്പെട്ടതായി അർത്ഥമില്ല. ബിൽ ഗേറ്റ്സിനെതിരെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഔദ്യോഗികമായി കുറ്റം തെളിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ പ്രധാനമായി ഉയരുന്ന ചർച്ച ശക്തിയുള്ള വ്യക്തികൾ ആരുമായി ബന്ധപ്പെടുന്നു എന്നതിന്റെ നൈതിക ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ്സ് എപ്സ്റ്റീൻ ബന്ധം പൊതുജന വിശ്വാസത്തെയും നേതൃമൂല്യങ്ങളെയും കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ വളർച്ചയിൽ അവിഭാജ്യ ഘടകമാകുകയും ചെയ്ത മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്നാണ് സ്ഥാപിച്ചത്. പിൽക്കാലത്ത് നിരവധി സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ ഗേറ്റ്സ് പങ്കുകൊള്ളുന്നു. 2000 ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡയും ചേർന്ന് രൂപം നൽകിയ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലൂടെ വിവിധ സന്നദ്ധ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾക്ക് വൻ തുകകൾ സംഭാവന നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.